എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒറ്റ നോട്ടത്തിൽ തന്നെ ആരെയും ആകർഷിക്കുന്ന ഒരു കിടിലൻ കാറാണ്. വേറൊന്നുമല്ല, പൂർണ്ണമായും പുതിയ രൂപത്തിലും ഭാവത്തിലും എത്തിയിരിക്കുന്ന ഓൾ ന്യൂ ഹ്യുണ്ടായി വെന്യൂ. അപ്പൊ ശരി, നമുക്കിതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടന്നാലോ. അപ്പൊ ആദ്യം തന്നെ ഡിസൈൻ നോക്കാം. ശരിക്കും പറഞ്ഞാൽ ആദ്യ നോട്ടത്തിൽ തന്നെ ആരെയും ആകർഷിക്കുന്ന ഒരു ഡിസൈനാണിതിന്. പുതിയ വെന്യൂ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആളുകൾ നോക്കിപ്പോകും, അത് ഉറപ്പാണ്. ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ ദാ വരുന്നു എന്നറിയിക്കുന്ന ഒരു പ്രത്യേക വ്യക്തിത്വം. നമുക്ക് ഈ കാറിനെ പുറത്തുനിന്ന് അകത്തേക്ക് എന്ന രീതിയിലൊന്ന് പരിചയപ്പെടാം, അല്ലെ? കാരണം എന്താണെന്ന് വെച്ചാൽ പുതിയ വെന്യൂവിലെ ഏറ്റവും വലിയ മാറ്റങ്ങൾ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് അതിന്റെ എക്സ്റ്റീരിയറിലാണ്. അപ്പോ ആദ്യം തന്നെ മുൻവശം ഒന്ന് നോക്കിയേ. ഇതൊരു പുതിയ മുഖം എന്നതിലുപരി ഒരു പുതിയ ഐഡന്റിറ്റി തന്നെയാണ്. ആ വീതിയേറിയ ഡാർക്ക് ക്രോം ഗ്രില്ലും അതിലൂടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പോകുന്ന ഹൊറൈസൺ LED ലാമ്പുകളുമില്ലേ, ശരിക്കും വെന്യൂവിന് ഒരു ഭയങ്കര ബോൾഡ് മോഡേൺ ലുക്കാണ് കൊടുക്കുന്നത്. പിന്നെ ഈ മാറ്റങ്ങളൊന്നും വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമല്ലട്ടോ. ആ മസ്കുലർ വീൽ ആർച്ചുകളും വശങ്ങളിലൂടെ പോകുന്ന ഷാർപ്പായ ലൈനുകളും ഇതെല്ലാം ചേർന്ന് വെന്യൂവിന് റോഡിൽ ഒരു പ്രത്യേക കരുത്തും കോൺഫിഡൻസും കൊടുക്കുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും ഇതൊരു സാധാരണ SUV അല്ലെന്ന്. മുൻവശത്തെ ആ ബോൾഡ് ഡിസൈൻ അതുപോലെ തന്നെ പിൻഭാഗത്തും കാണാം. ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ നീളുന്ന ആ കണക്റ്റഡ് LED ടെയിൽ ലാമ്പുകൾ കണ്ടില്ലേ? രാത്രിയിലൊക്കെ പോകുമ്പോ ഒരു ഹൈടെക് ഫീലാണ്. അപ്പോ ഈ മാറ്റങ്ങൾ വെറും ഡിസൈനിൽ മാത്രമല്ല, അതിന്റെ വലുപ്പത്തിലുമുണ്ട്. വെറുതെ കുറച്ച് കണക്കുകളായിട്ട് ഇതിനെ കാണരുത്. വീതി കൂടി, ഉയരം കൂടി, വീൽ ബേസും കൂടി. അതിന് ഗുണമെന്താണെന്നറിയുമോ? റോഡിൽ കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടും, നല്ല ഗ്രിപ്പ് കിട്ടും. പോരാത്തതിന് ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് കൂടുതൽ സ്ഥലവും സൗകര്യവും അനുഭവപ്പെടും. അതാണ് കാര്യം. ശരി, പുറമേയുള്ള കാഴ്ചകളൊക്കെ കണ്ടു. ഇനി നമുക്ക് ഡോറ് തുറന്ന് അകത്തേക്കൊന്ന് കയറി നോക്കിയാലോ? പുറത്ത് ഈ മാറ്റങ്ങളൊക്കെ ഉള്ളിലും കാണാൻ പറ്റുമോ? തീർച്ചയായും. ടെക്നോളജിയും പ്രീമിയം കംഫർട്ടും ഒത്തുചേരുന്ന ഒരു അടിപൊളി ലോകമാണ് ഉള്ളിൽ നമ്മളെ കാത്തിരിക്കുന്നത്. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് ആദ്യം പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? ആ ഡാഷ്ബോർഡിലെ ഒറ്റ ഗ്ലാസ് പാനലിലേക്കാണ്. അതിൽ തന്നെയാണ് ഡ്രൈവർക്ക് വേണ്ട വിവരങ്ങളും ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും എല്ലാം. ഡാഷ്ബോർഡിന് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ലുക്ക് കിട്ടുന്നുവെന്ന് മാത്രമല്ല, ഡ്രൈവിംഗും കുറച്ചുകൂടി എളുപ്പമാകും. ചില ചെറിയ കാര്യങ്ങളിലാണ് ഒരു പ്രീമിയം ഫീൽ ഒളിഞ്ഞിരിക്കുന്നത്, അല്ലേ? അതുപോലെയാണ് ഇവിടെയും. ഉദാഹരണത്തിന് ആ ഡാഷ്ബോർഡിലെ ടെറാസോ ടെക്സ്ചർ കണ്ടോ? അതൊരു പ്രത്യേക ലക്ഷറി ഫീൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഡാർക്ക് നേവിയും ഗ്രേയും ചേർന്ന ഡ്യുവൽ ടോൺ കളർ കോമ്പിനേഷൻ അത് ക്യാബിന് കൂടുതൽ വിശാലതയും ഭംഗിയും നൽകുന്നുണ്ട്. ഇനി കംഫർട്ടിന്റെ കാര്യം നോക്കാം. ഇവിടുത്തെ ഓരോ ഫീച്ചറും നമ്മുടെ യാത്ര സുഖകരമാക്കാൻ വേണ്ടിയുള്ളതാണ്. ഡ്രൈവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, മണിക്കൂറുകളോളം ക്ഷീണമില്ലാതെ ഓടിക്കാം. ഇനി പുറത്തിലിരിക്കുന്നവരുടെ കാര്യമോ? അവർക്ക് സുഖമായി ചാരിയിരുന്ന് യാത്ര ചെയ്യാൻ 2 സ്റ്റെപ്പ് റീക്ലൈനിങ് സീറ്റുകളുണ്ട്. ശരിക്കും പറഞ്ഞാല് ഇതൊരു കാർ എന്നതിലുപരി നമ്മുടെ ഒരു പേഴ്സണൽ കംഫർട്ട് സോൺ പോലെയാണ്. ഓക്കെ, അപ്പോ ഡിസൈൻ കണ്ടു, സൗകര്യങ്ങൾ കണ്ടു. ഇനി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ശക്തിയെക്കുറിച്ച് അറിയണ്ടേ? അതായത് എഞ്ചിനെക്കുറിച്ച്. പുതിയ വെന്യൂവില് സിറ്റിയിലെ ഓട്ടത്തിന് നല്ല മൈലേജ് തരുന്ന 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ വേണോ? അതോ ഹൈവേയിൽ നല്ല പെർഫോമൻസ് തരുന്ന 1.0 ലിറ്റർ ടർബോ പെട്രോൾ വേണോ? ഇനി നല്ല പവറും ടോർക്കും വേണമെന്നുള്ളവർക്ക് 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനുമുണ്ട്. ഇതിന്റെ കൂടെ മാനുവൽ, ഓട്ടോമാറ്റിക്, DCT അങ്ങനെ പലതരം ഗിയർ ബോക്സുകളും തെരഞ്ഞെടുക്കാം. ശരി, അപ്പോ കാറിന്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഏത് എഞ്ചിൻ വേണമെന്നും ഏകദേശം ഒരു ധാരണയായി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഈ കാറിന് നിങ്ങളുടെ സ്വന്തം ഒരു ടച്ച് കൊടുക്കുക, അല്ലേ? നിങ്ങളുടെ സ്റ്റൈലിന് ചേർന്ന ഒരു നിറം തിരഞ്ഞെടുക്കാൻ 6 ഓപ്ഷനുകളാണുള്ളത്. ഇതിൽ മിസ്റ്റിക് സഫയർ, ഹേസിൽ ബ്ലൂ എന്നൊക്കെ പറയുന്ന പുതിയ കിടിലെ നിറങ്ങളുണ്ട്. ഇതൊക്കെ റോഡിൽ ഇറങ്ങുമ്പോൾ വെന്യൂവിനെ ശരിക്കും വേറിട്ട് നിർത്തും. ഇനി കുറച്ചുകൂടി സ്റ്റൈൽ വേണം എന്നുള്ളവർക്ക് 2 ഡ്യുവൽ ടോൺ ഓപ്ഷൻസും ഉണ്ട് കേട്ടോ. കറുത്ത റൂഫ് വരുമ്പോൾ കാറിനൊരു സ്പോർട്ടി പ്രീമിയം ലുക്ക് കിട്ടും. ഇത് നിങ്ങളുടെ ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് തന്നെയായി മാറും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കിടിലൻ പുതിയ ലുക്ക്, ഹൈടെക് ഇന്റീരിയർ, പിന്നെ ഇഷ്ടം പോലെ എഞ്ചിൻ ഓപ്ഷനുകൾ ഇതെല്ലാം ചേരുമ്പോൾ പുതിയ ഹ്യുണ്ടായി വെന്യൂ കോമ്പാക്ട് SUV സെഗ്മെന്റിലെ ഒരു ഒന്നൊന്നര ഓപ്ഷനായി മാറുകയാണ്. അപ്പോൾ ഇനി നിങ്ങളുടെ മുന്നിലുള്ള ഒരേ ഒരു ചോദ്യം ഇതാണ്: ഇതിൽ ഏത് വെന്യൂ ആയിരിക്കും നിങ്ങളുടേത്?